ആർഷയുടെ ജീവിതത്തിലെ പ്രതികാരങ്ങൾ എന്തൊക്കെയാണ്? തൊട്ടതെല്ലാം പൊന്നാക്കിയ നായിക. ഇതൊരു കാഴ്ചക്കാരന്റെ എക്സൈറ്റ്മെന്റ് ആട്ടോ. ഹൗ കുഡ് യു ഡു ദാറ്റ് സോ ഈസിലി? ഭയങ്കര നാച്ചുറാലിറ്റിയോട് കൂടി. ഹൗ ഡിഡ് യു ഡു ദാറ്റ്? ഭയങ്കര രസകരമായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ. അന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വിനീത് ശ്രീനിവാസന്റെ പടത്തിലെ നായികയാവണം. മാനിഫെസ്റ്റേഷന്റെ ഒരു പീക്ക് എന്ന് പറയണം. ബിക്കോസ് അതിൽ പാർട്ടാവണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ നായികയായിട്ട് വന്നത്. With lot of love, Arsha Chandni Baiju. It's amazing. പ്ലൂട്ടോന്റെ വിശേഷങ്ങൾ പറയൂ. പ്ലൂട്ടോ ഒരു ഫൺ ഫിലിമാണ്, സൈഫൈ ഫൺ ഫിലിമാണ്. ഒരു ഏലിയൻ കേരളത്തിൽ വരുന്നതായിട്ടാണ്. അതെ, അപ്പം അൽത്താഫ് ചേട്ടനാണ് ഏലിയനായിട്ട്. ഞാൻ വെയിറ്റ് ചെയ്യാം. എനിക്ക് പാക്കപ്പ് പറയാൻ ഇഷ്ടമല്ല. കുക്ക് ചെയ്യോ? കുക്കിംഗ് ഇഷ്ടമാണോ? കുക്കിംഗ് ഇഷ്ടമാണ്. ബിരിയാണി വയ്ക്കും, തലശ്ശേരി ദം ബിരിയാണി വെക്കും. പക്ഷെ അതൊരു ആലപ്പുഴ തലശ്ശേരി ബിരിയാണിയാവും. കാര്യം എന്റെ ടേസ്റ്റിനനുസരിച്ചാണല്ലോ വെക്കുന്നത്. നമ്മള് ഹൗസ് മേറ്റ്സിന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ആർഷ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. അത് ആ സിനിമയും മലയാളികൾക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. വിനീതേട്ടൻ്റെ ക്യാരക്ടർ ആണെങ്കിലും നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു വില്ലനിസം ഉള്ള ക്യാരക്ടർ. സോ യു വെയർ ലൈക്ക് വെരി നാച്ചുറൽ ഇൻ ദാറ്റ് മൂവി. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. അത് സമയമെടുത്ത് ആക്ടിങ്ങിന് ഒരു പ്രോസസ്സാണോ അതോ ഹൗ കുഡ് യു ഡു ദാറ്റ് സോ ഈസിലി? ഭയങ്കര നാച്ചുറാലിറ്റിയോട് കൂടി. ഹൗ ഡിഡ് യു ഡു ദാറ്റ്? അങ്ങനെ ഇതൊരു കാഴ്ചക്കാരന്റെ എക്സൈറ്റ്മെന്റ് ആട്ടോ. അല്ല, എനിക്ക് മുകുന്ദനുണ്ണി ചെയ്യുന്ന സമയത്ത് ഇപ്പോഴും അങ്ങനെ ഒരു മെത്തേഡ് അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ആദ്യത്തെ 2-3 ദിവസം ആ ക്യാരക്ടർ അങ്ങനെ കിട്ടിയിരുന്നില്ല. പക്ഷെ പിന്നെ അതൊരു പ്രത്യേക മീറ്റർ ആണല്ലോ പുള്ളിക്കാരി. റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറും അല്ലായിരുന്നു. പക്ഷെ ഭയങ്കര രസകരമായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും. ഡബിങ് വർഷനല്ലേ ചെയ്തത്? ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ചെയ്ത സമയത്ത്? ഇല്ല. ഹൗ വാസ് യുവർ ഡബിങ് എക്സ്പീരിയൻസ്? ഡബിങ് ആക്ച്വലി കുറച്ച് പാടാണ്. കുറച്ച് തുടങ്ങി വരാൻ അതിലോട്ടാവാൻ കുറച്ച് സമയം എടുക്കും. പക്ഷെ കിട്ടിയാൽ ഇതിൽ ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് ഡബിങ്ങിൽ കുറച്ച്. എനിക്ക് എപ്പോഴും സിങ് സൗണ്ട് തന്നെയാണ് ഇഷ്ടം. ഞാൻ ആവറേജ് അമ്പലി ഞാൻ സിങ് സൗണ്ടാണ് ചെയ്തത്. അപ്പം അത് നമുക്ക് സിങ് സൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഡബിങ് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു മനസ്സിലാവില്ല. നമ്മൾ അപ്പോൾ പെർഫോം ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടില്ല ഡബിങ്ങിൽ. പിന്നെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ പറ്റും, എനർജിയൊക്കെ ബെറ്റർ ആക്കാൻ പറ്റും ഡബിങ്ങിൽ. അതുണ്ട്. അതൊക്കെ മനസ്സിലാക്കി വരുന്നു ഇങ്ങനെ ചെയ്ത് അങ്ങനെ. ഈ സിനിമയിൽ വന്നതിന് ശേഷം ആർഷ മിസ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്താ? അങ്ങനെയൊന്നും മിസ് ചെയ്തില്ല. കാരണം എനിക്ക് സിനിമയായിരുന്നു വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് തോന്നും നമ്മൾ നടിയാവും. എങ്ങനെയൊന്നും ഒന്നും അറിയില്ല, പക്ഷെ നടിയാവും എന്നറിയുന്നു. പിന്നെ നമ്മുടെ ചിന്തകൾ അതിലാണ്. എങ്ങനെ സിനിമയിലെത്തും എങ്ങനെയാണോ എത്തേണ്ടത് അങ്ങനെ തന്നെ എത്തും. മറ്റുള്ളവരൊക്കെ എത്തി എങ്ങനെയാണോ അങ്ങനെ തന്നെ എത്തും. അങ്ങനത്തെ ചിന്തയായിരുന്നു മനസ്സിൽ. അപ്പോൾ ആ സമയം എങ്ങനെയായിരുന്നു ഓഡിഷൻ ത്രൂ ഞാൻ സിനിമയിലെത്തി. അപ്പോൾ എനിക്കിന്നും സിനിമ എൻ്റെ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്. എനിക്ക് നല്ലൊരു ആക്ടർ ആവണം, ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സൊക്കെ ചെയ്യണം. ആ ഒരു സ്പേസ് എനിക്ക് വേണം. അത് തന്നെയാണ് ആഗ്രഹം. അപ്പം ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. കാര്യം നമുക്കിതാണല്ലോ വേണ്ടത്. നമുക്ക് വേറെന്താ വേണ്ടതെന്ന് ചോദിച്ച പോലും എനിക്ക് ശരിക്കും അറിയില്ല, സത്യം. അങ്ങനെയാണ്. എല്ലാം മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് ആക്ച്വലി അത്ര കിട്ടിയിട്ടില്ല. എനിക്ക് അറിയില്ല. ഇങ്ങനെ ഞാൻ കള്ള മാനിഫെസ്റ്റേഷനൊക്കെ കുറച്ച് ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ അത് കള്ളത്താണല്ലോ, കാരണം ഫേക്ക് ആണല്ലോ. അതാ ഞാൻ ചോദിച്ചത്, മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നുണ്ടോ? മാനിഫെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടും. കാര്യം എനിക്കത് കൂടുതൽ ഇത് ശരിയാണോ സത്യമാണോ എന്ന് കൂടുതൽ തോന്നിപ്പിച്ച ആള് ആലിയ ഭട്ട. അതിപ്പോ നീ പറഞ്ഞ പോലെ കുറെ റീൽസും ആയിരിക്കുവേ. റീൽസിൽ ഇങ്ങനെ പറയുമല്ലോ, അവര് മാനിഫെസ്റ്റ് ചെയ്തു, അത് സംഭവിച്ചു. അപ്പൊ ശരിയാണോ, ഇത് വർക്കൗട്ട് ആവുന്നുണ്ടോ? മാനിഫെസ്റ്റേഷൻ എനിക്ക് തോന്നുന്നത് ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ പ്രവർത്തിക്കുന്നവർക്ക് അത് കിട്ടും. അതാണല്ലോ. അതേ എനിക്ക് തോന്നുന്നു. നമ്മളിത് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ പ്രവൃത്തികളെല്ലാം അതുമായിട്ട് അലൈൻ ആവും.
സോ ദെൻ യു ഡു ദാറ്റ്, ദ റിസൾട്ട്സ്. അല്ല അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നുള്ളൂ. പക്ഷെ എനിക്ക് അറിയില്ല. ഞാനിങ്ങനെ ഈ മറ്റേ ന്യൂ ഇയറിന് ഒരു മാനിഫെസ്റ്റേഷൻ പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ കള്ളത്തരം ട്രൈ ചെയ്തു. പക്ഷെ ഫേക്കാണ് മൊത്തം. അറിയാതെ ചിലപ്പോൾ ഞാൻ ഈ സിനിമയിൽ എത്തണം എന്നുള്ളത് ഞാൻ അതൊന്നും അറിയില്ലല്ലോ. അതിന്റെ ടേം ആണല്ലോ ഇപ്പം മാനിഫെസ്റ്റ് ചെയ്യുന്ന എല്ലാവരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കോമൺ ആയിട്ട്. എനിക്ക് ചിലപ്പോൾ അന്ന് മാനിഫെസ്റ്റ് ചെയ്തതായിരിക്കുമല്ലോ, അതിന്റെ ഒരു പവറിൽ എനർജിയിലായിരിക്കും. പക്ഷെ എനിക്കറിയില്ല, ഞാൻ അതിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെയൊക്കെ ട്രൈ ചെയ്തു. പക്ഷെ അത്ര വർക്ക്ഔട്ട് ആയിട്ടില്ല. ആകുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഇതിപ്പോ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോ ഒരു മാനിഫെസ്റ്റേഷന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കാണാം. അതെ, തൽക്കാലം. ചിലപ്പോൾ ആർഷിയുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ എങ്ങനെയാ? ഭക്ഷണപ്രിയ ആണോ? അയ്യോ, ഭയങ്കര ഫുഡ് സ്പോട്സ് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട? എന്റെ ഇൻസ്റ്റാഗ്രാമിലെ സേവ്ഡിലെല്ലാം കൊച്ചി ഫുഡ്, ഹലുവ, ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, തിരുവല്ല, ചെന്നൈ, ബാംഗ്ലൂർ, ഇത് തന്നെ. ചെന്നൈയിലെ പല സ്ഥലങ്ങളുടെ അങ്ങനെയൊക്കെ ഓരോരോ സെക്ഷൻസ് ആയിട്ട് സേവ് ചെയ്ത് വെക്കും. ഇതൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. ശരിക്കും ഞാൻ ചെന്നൈയില് ഹൗസ് മേറ്റ്സിന്റെ ഷൂട്ടിന്റെ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ചെന്നൈയിലുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അവിടെ സൺഡേ ഷൂട്ടില്ല. അപ്പം സൺഡേ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ ഇറങ്ങും, അണ്ണാനഗര, ടീക്കര, അവിടെ എവിടെയൊക്കെയാണ് കോമ്പേട്ട് പല സ്ഥലങ്ങളിലും പോയി ഇങ്ങനെ ലിസ്റ്റിലുള്ളതൊക്കെ കഴിക്കാം. ചെന്നൈയിലെ ഫുഡ്, ചെന്നൈ അതെനിക്ക്. ഫേവറേറ്റ് ഫുഡ്? ചോറും കറിയും തന്നെയാണ്. നോർമൽ വീട്ടിലെ ചോറും കറിയും, മീൻ കറി, മീൻ വറുത്തത്. ഫുഡ് സ്പോട്ടോ ഏതെങ്കിലും? ഫുഡ് സ്പോട്ട് ഒരുപാടുണ്ട്. ചെന്നൈയിലൊക്കെ കുറേ ഇഷ്ടമാണ് എനിക്ക്. നമ്മുടെ മറ്റേ മട്ടൻ ബിരിയാണി കിട്ടുന്ന എന്തായിരുന്നു, പക്ഷെ പേര് മറന്നുവല്ലോ. ഈറോഡ് അമ്മൻ മെസ്. അതെ, ഈറോഡ് അമ്മൻ മെസ്സിലൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അത് ചെന്നൈ ഒരുപാടാണ്. എനിക്ക് നന്ദന പാലസിൽ എൻ്റെ അടുത്ത് ബാഹിർ ചോദിക്കാൻ പറഞ്ഞു മന്തി ഇഷ്ടമാണോ. ബാഹിർ ഞാൻ ചോദിച്ചു. മന്തി ഇഷ്ടമാണ്. എന്തും മന്തി ഉണ്ടോ? മന്തി ഉണ്ട്. അതല്ല ഉദ്ദേശിച്ചത്. ബാഹിർ എന്നും മന്തിയാ കഴിക്കുക. മന്തി ഇഷ്ടമാണ്. മന്തിനെക്കാളും ബിരിയാണിയാണ് ഇഷ്ടം. പക്ഷെ മന്തി ഇഷ്ടമാണ് എനിക്ക്. തലശ്ശേരി ബിരിയാണി, പിന്നെ ആലപ്പുഴ ബിരിയാണി. കുക്ക് ചെയ്യോ? കുക്കിംഗ് ഇഷ്ടമാണോ? കുക്കിംഗ് ഇഷ്ടമാണ്. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഭയങ്കര കൈപ്പുണ്യം ഇല്ല, പക്ഷെ ഡീസെന്റ് ആയിട്ട് കുക്ക് ചെയ്യും. ബിരിയാണി വെക്കും. തലശ്ശേരി ദം ബിരിയാണി വെക്കും. പക്ഷെ അതൊരു ആലപ്പുഴ തലശ്ശേരി ബിരിയാണിയാവും. കാര്യം എന്റെ ടേസ്റ്റിനനുസരിച്ചാണല്ലോ വെക്കുന്നത്. അപ്പം ആരെയും പഠിപ്പിച്ചു തന്നിട്ടാണ്? അതോ? അല്ല, നമ്മൾ ഈ കണ്ട് തന്നെ. പണ്ടേ ഏറ്റവും വലിയ വിനോദമാണ് ഈ കുക്കറി ഷോ ടി വിയിൽ കാണുന്നത്. ഏഷ്യാനെറ്റിലൊക്കെ ഒരു ആന്റി വരില്ലേ ഈവനിങ് ടൈമിൽ. ഇപ്പൊ സ്കൂളിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ ഒരു തട്ടൊക്കെ ഇട്ടിട്ടൊരു സുന്ദരി ഒരു ആന്റിക്ക് ഇപ്പൊ ആക്ച്വലി യൂട്യൂബ് ചാനലുണ്ട്, അത് ഞാൻ കാണാറുണ്ട്. പക്ഷെ പണ്ടിങ്ങനെ ആന്റി നല്ലൊരു മ്യൂസിക് ഒക്കെ ഉണ്ട്. നല്ല പ്രസന്റേഷൻ, ഇങ്ങനെ ചിരിച്ചിട്ട് തട്ടൊക്കെ ഇട്ടിട്ട് സുന്ദരി ആന്റി ഇങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും. അതൊക്കെ കാണുന്നത്. അന്നൊക്കെ ഞാൻ ബുക്കിൽ ഒരു ഡയറി ഒക്കെ എഴുതി ഇങ്ങനെ ഓരോരോ റെസിപ്പി ഒക്കെ എഴുതി വെക്കുകയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം പിന്നെ യൂട്യൂബും ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഒരു ഇങ്ങനെ റെസിപ്പി ബുക്കൊക്കെ ഇങ്ങനെ ഇന്ത്യൻ റെസിപ്പി ബുക്ക് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു വെക്കും. നോക്കത്തില്ല. യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ, ഒരു യാത്ര? എനിക്ക് ചെന്നൈയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെന്നൈ ഞാൻ ഒത്തിരി പോയിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ചെന്നൈയിലാണ്. ഒരുപാട് ദിവസങ്ങൾ ഞാൻ ചെന്നൈയിൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. അപ്പം എനിക്ക് ചെന്നൈയിലെ ഓരോ മോൾസും അതൊക്കെയാണ്. നമ്മൾ മോൾസിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു. ചെന്നൈ കുറേ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സുഹൃത്തുക്കളും കൂടെ ഉള്ളതുകൊണ്ടാവാം നമുക്ക് നമ്മൾ ആരുടെ കൂടെ പോകുന്നു എന്നുള്ളതിലാണല്ലോ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകണം, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ളവരോടെ പോകണം. അപ്പോഴാണല്ലോ അതിന് രസം ഉണ്ടാകുന്നത്. താല്പര്യമില്ലാത്തവരോടെ പോയാൽ പിന്നെ അതൊരു വൈബില്ലല്ലോ. എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. പക്ഷെ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോൾ തോന്നിയ യു മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് പേഴ്സൺ? രാത്രിയാണ്. പണ്ടും സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഞാൻ എക്സാമിൻ്റെ ഓഫ്കോഴ്സ് എക്സാം ആകുമ്പോൾ പഠിക്കുന്ന ടൈപ്പാണ്. ഞാൻ ക്ലാസ്സിലൊക്കെ നന്നായി ശ്രദ്ധിച്ച് ഇരിക്കുന്ന ആളാണ്. പക്ഷെ എക്സാം ആകുമ്പോഴാണ് അവർ പഠിക്കുന്നത്. ഞാൻ എക്സാമിന് പഠിക്കുന്നത് തലേ ദിവസം. ഇപ്പോൾ ഒരു ദിവസം അവധിയാണെങ്കിൽ, സ്റ്റഡി ഹോളിഡേ ആണെങ്കിൽ പകലൊക്കെ ഞാൻ ഉച്ച കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ പോകും. അങ്ങനെ ഡിസ്ട്രാക്ഷൻ ആണല്ലോ. എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ ചെയ്ത് എല്ലാവർക്കും കൊടുക്കും. പിന്നെ വൈകുന്നേരമായി ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഡിന്നർ
കഴിക്കും. 9 മണി തൊട്ടാണ് പഠിക്കുന്നത്. എനിക്ക് അപ്പോഴാണ് ആ ഒരു എനിക്ക് അപ്പോഴേ പഠിക്കാൻ പറ്റും. അതുവരെ ഞാൻ എത്ര പഠിക്കാൻ നിന്നാലും എനിക്ക് പറ്റില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും അങ്ങനെയാണ്, എപ്പോഴും കോളേജിലൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ രാത്രി ഇരുന്ന് പഠിക്കും, വെളുപ്പിനെ വരെ ഇരുന്ന് പഠിക്കും. അന്ന് വേണമെങ്കിൽ അന്ന് മാത്രം രാവിലെയും എണീക്കും. ഒരു 2 മണി ഒക്കെ വരെ ഇരുന്ന് പഠിച്ചാൽ ഞാൻ 5 മണി 6 മണിക്കൊക്കെ എണീറ്റിരുന്ന് പഠിക്കും, പോയി എക്സാം എഴുതും. അത് പക്ഷെ അന്ന് മാത്രമേ പറ്റൂ. പക്ഷെ എനിക്ക് രാത്രി ആണ് എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. ഭയങ്കര ഇഷ്ടമാണ് രാത്രിയിൽ. എൻ്റെ പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് രാത്രിയാണ്. എല്ലാം എനിക്കിഷ്ടമാണ്. മോർണിംഗ് പേഴ്സൺ അല്ല ഞാൻ. ഇതിപ്പോൾ ഇൻ്റർവ്യൂവിലല്ലാതെ എനിക്ക് ഇതിനെക്കുറിച്ച് ഇരുന്ന് കഥ പറയാൻ തോന്നുന്നുണ്ട്. ചേച്ചി അങ്ങനെയാണ്? ഞാൻ അങ്ങനെ ഇരുന്ന് കഥ പറയാൻ. ലെറ്റ്സ് കം ബാക്ക് ടു യുവർ ലേറ്റസ്റ്റ് മൂവി. ഓക്കെ, പ്ലൂട്ടോൻ്റെ വിശേഷങ്ങൾ പറയൂ. പ്ലൂട്ടോ ഒരു ഫൺ ഫിലിമാണ്, സൈഫൈ ഫൺ ഫിലിമാണ്. ഒരു ഏലിയൻ കേരളത്തിൽ വരുന്നതായിട്ടാണ്. അതെ, അപ്പം അൽത്താഫ് ചേട്ടനാണ് ഏലിയനായിട്ട്. സോ പടത്തിൽ നീരജ് ചേട്ടനുണ്ട്, അജി ചേട്ടനുണ്ട്, ഞാനുണ്ട്, കുറേ ആക്ടേഴ്സൊക്കെ ഉണ്ട്. ഇറ്റ്സ് എ ഫൺ കോമഡി പടമാണ്. നല്ല എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊരു ഏലിയനെ ഫ്രണ്ടായിട്ട് കിട്ടിയാൽ എങ്ങനെയായിരിക്കും. എന്തെങ്കിലും ക്യാരക്ടറിനെ പറ്റി പറയാൻ പറ്റുമോ, റിവീൽ ചെയ്യാൻ പറ്റുന്നതാണ്? ഞാനൊരു വെറ്റിനറി ഡോക്ടറായിട്ടാണ് അതിൽ. സോ അതാണ്. പിന്നെ ബാക്കി കഥയിലുള്ള ക്യാരക്ടറാണ്. ആർഷയ്ക്ക് വന്നു പെടുന്നതാണോ അതോ ഇസ് ഇറ്റ് യുവർ ചോയ്സ് ഓഫ് മൂവീസ്? ഐ ഡോണ്ട് നോ. ഈവൻ നൗ വെൻ യു സേ ദിസ്, ഇതും ഒരു ഡിഫറെന്റ് സ്റ്റോറി, ഭയങ്കര വ്യത്യസ്തമായ സ്റ്റോറികളാണ്. വന്നു പെടുന്നതാണോ അതോ ഇങ്ങനെയാണ്? ഞാൻ ചൂസ് ചെയ്യുന്നത് എനിക്ക് വരുന്നതിൽ നിന്നല്ല എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ശരിയാണ്. എനിക്ക് ഹൗസ് മേറ്റ്സിൻ്റെ ഒക്കെ സമയത്ത് എനിക്കിങ്ങനെ തോന്നുമായിരുന്നു, അതെന്താ ഇനി വേറെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നവർക്കാണോ നമ്മളെ കാസ്റ്റ് ചെയ്യാൻ തോന്നുന്നതെന്നൊക്കെ എനിക്ക് തോന്നും. അതെല്ലാം രസമുണ്ട്, എല്ലാം കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈവൻ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും നമ്മൾ പറഞ്ഞു വരുമ്പോൾ മുകുന്ദനുണ്ണി ആണെങ്കിലും ഓരോന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഓരോരോ ജോണർ. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഔട്ട് ഓഫ് ദിസ്? ഫീൽ ഗുഡ് റൊമാൻസ് ആണ്. കമ്മിങ് ഓഫ് ഏജ് ഇഷ്ടമാണ്. കമ്മിങ് ഓഫ് ഏജ് സിനിമകൾ ഇഷ്ടമാണ്. ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന സിനിമ ഏതാ ഫീൽ ഗുഡ് റൊമാൻസ് പറഞ്ഞപ്പോൾ? തട്ടത്തിമറയത്ത്. ഞാൻ തട്ടത്തിമറയത്ത് ആക്ടർ ആവണം എന്നുള്ള ചിന്തകൾ വന്ന് തുടങ്ങുമ്പോൾ സിനിമയിലേക്ക് ആക്ടേഴ്സിനെയും അല്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഡയറക്ടേഴ്സിനെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചപ്പോൾ വന്നൊരു പടമാണ് തട്ടത്തിമറയത്ത്. 2012 അല്ലേ? അപ്പോൾ ആ സമയത്ത് എന്തായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു തട്ടത്തിമറയത്ത്. ഞാൻ ഭയങ്കര തട്ടത്തിമറയത്ത് ഫാനാണ് ഇപ്പോഴും. അതിൻ്റെ പാട്ടുകളും അന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വിനീത് ശ്രീനിവാസന്റെ പടത്തിലെ നായിക ആവണം. വിനീത് ശ്രീനിവാസന്റെ പടത്ത് മാനിഫെസ്റ്റേഷൻ ഇല്ല, പക്ഷെ വിനീതന്റെ നായികയായി അല്ലേ? അതാണ് ഞാനിങ്ങനെ ഞാൻ പോലും അറിയാണ്ട് അപ്പൊ മാനിഫെസ്റ്റേഷന്റെ ഒരു അതിന്റെ പീക്ക് എന്ന് പറയണം. ബിക്കോസ് അതിൽ പാർട്ടാവണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ നായികയായിട്ട് വന്നത്. ആക്ച്വലി എനിക്ക് അങ്ങനെ പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ തിരയാണ് തട്ടത്തിമറയത്താണെന്ന് തോന്നുന്നു ആദ്യം ട്രെയിലേഴ്സ് വന്നത് മലയാളത്തിൽ. ആ സമയത്താണ്. അപ്പോൾ ഞാൻ പറയില്ല, എൻ്റെ ചേട്ടൻ ഭയങ്കര സിനിമ പ്രാന്തനാണ്. ചേട്ടൻ്റെ ലാപ്ടോപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഹോളിവുഡ് ഫിലിംസ്, മോളിവുഡ് ഫിലിം, അങ്ങനെ ഫോൾഡർ. പിന്നെ ഹോളിവുഡ് ഫിലിംസിൽ പോകുമ്പം ഓരോരോ ഡയറക്ടേഴ്സിൻ്റെ പഴയ ക്ലാസിക്സ് ഇതൊക്കെ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറും ലാപ്ടോപ്പിലും ഇന്ന് ചെറുപ്പത്തിലേ ഞാൻ കാണുമായിരുന്നു. അപ്പം ഗുഡ് ബാഡ് ആണെങ്കിലൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട് ചേട്ടൻ്റെ കൂടെ ഇരുന്നിട്ട്. അപ്പം ചേട്ടൻ ഈ ട്രെയിലറൊക്കെ വരുമ്പോൾ എല്ലാം ഞങ്ങൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഇതാണ് പരിപാടി, ഇങ്ങനെ ലാപ്ടോപ്പിലൊക്കെ ട്രെയിലർ ഇട്ട് കാണുന്നു. അപ്പം എൻ്റെ അന്നത്തെ ഏറ്റവും ഫേവറേറ്റ് ട്രെയിലറാണ് തിരയുടെ ട്രെയിലർ. അത് ഒരു റുട്ടീൻ പോലെയാണ്. വൈകുന്നേരം വന്നാൽ ഈ തട്ടത്തിമരത്തിലെ പാട്ടുകൾ, പിന്നെ തിരയുടെ ട്രെയിലർ, ഇതൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കാണും. ഒരു എൻജോയ്മെൻ്റ് ആണ്. തിരയുടെ ട്രെയിലർ എനിക്ക് എനിക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങളും ബൈ ഹാർട്ട് ആയിരുന്നു. അതിനകത്തെ ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ ശോഭന മേമ്പ നമ്മളിങ്ങനെ ഓർഡറിൽ പാട്ട് പോലെയാണല്ലോ ട്രെയിലർ. നമ്മളിങ്ങനെ ഓരോ ഡയലോഗ്സും ഐ എം റെഡി എന്നൊക്കെ ശോഭന പറയുന്നത് എനിക്കറിയാം. പാട്ടും നല്ല രസമായിരുന്നു. അതെ, തിരയിലെ പാട്ടുകളും എല്ലാം. അപ്പൊ അന്ന് അതൊക്കെ ഞാനിങ്ങനെ ആ ട്രെയിലർ എനിക്ക് ഇപ്പോഴും അതിന്റെ ഓരോ ഇതും എനിക്കറിയാം. ആ ട്രെയിലർ എഡിറ്റ് ചെയ്തത് അഭിനവേട്ടനാണ്, മുകുന്ദനുണ്ണിയുടെ ഡയറക്ടറാണ്. ഞാൻ പിന്നീട്
ഞാൻ അഭിനേട്ടൻ്റെ സിനിമയിൽ അഭിനയിച്ചു, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ ഒരു കണക്ഷൻ ഉള്ളതായിട്ട് എനിക്ക് ഇപ്പൊ ഞാനിപ്പോ ആലിയ ഭട്ട് വരെ ഒന്നും പോണ്ട, എന്റെ മുന്നിലുള്ള ആൾ തന്നെ അറിഞ്ഞോ അറിയാതെ നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ കള്ളത്തരം മാനിഫെസ്റ്റേഷൻ നടന്നത് ഇങ്ങനെ ജെനുവനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുമല്ലേ? അല്ല, അത് ചിലപ്പോ ആ ഇന്റൻസിറ്റി ഓഫ് യുവർ പറഞ്ഞ ഞാൻ കാര്യം പറഞ്ഞില്ലേ, എനിക്കിപ്പോ ചേച്ചി ഇത് പറയുമ്പോഴാണ് ഞാനും ഇത് ആലോചിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ തിരയുടെ കാര്യമാണെങ്കിലും എല്ലാം ഞാൻ ഇപ്പോഴാണത് ഞാൻ അത്രമാത്രം അത് കണ്ടിട്ടുണ്ട്. നമ്മള് അപ്പോഴാണല്ലോ നമ്മൾ ഈ സിനിമയിലെ ഓരോ ആക്ടേഴ്സിനെ നമ്മള് ഇവരെങ്ങനെയാണ് അന്ന് ഇപ്പോൾ ശോഭന തിരിച്ചു വരുന്നു, അന്ന് ധ്യാൻ ശ്രീനിവാസൻ, അവരെയൊക്കെ നമ്മളിങ്ങനെ നോട്ട് ചെയ്യുന്നു, നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഓരോ സിനിമയിലെ ആക്ടേഴ്സിനെ നോട്ട് ചെയ്യുന്നു, അവരെങ്ങനെ വരും, ഇതൊക്കെ അന്ന് നമ്മളിങ്ങനെ മനസ്സിൽ നോക്കാറുണ്ടായിരുന്നു. അല്ല, പറഞ്ഞത് ഭയങ്കര വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. അതിന്റെ ആ റൂട്ട് അല്ലേ മാപ്പിലേക്ക് എത്തുന്നത്. അതെ അതെ അതെ, അറിഞ്ഞോ അറിയാതെയോ വന്നത്. അല്ല അല്ല അല്ല, ഞാൻ ഈ ഇവരുടെ കാണുമ്പോൾ എനിക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട് ആലിയ ഭട്ടിന്റെ, നമ്മൾ ഈ റീൽസും ഒക്കെ കാണുമ്പോഴും അവർ ഈവൻ രൺബീർ കപൂറിന്റെ കാര്യം പറയുന്ന തൊട്ട് എത്ര 8 വയസ്സിൽ അവിടെ നിന്ന് അതിലേക്ക് വരുന്ന. അതെ അതെ, ചിലപ്പോ എനിക്കൊരു അടി കിട്ടാൻ സാധ്യതയുള്ള ചോദ്യമായിരിക്കും, ചേച്ചി ഇതാണോ ചോദിക്കുന്നതെന്ന് ചോദിക്കരുത്. ആർഷയുടെ ജീവിതത്തിലെ പ്രതികാരങ്ങൾ എന്തൊക്കെയാണ്? പ്രതികാരം മഹേഷിന്റെ പ്രതികാരം പോലെ അല്ലേ? പ്രതികാരം ആരോടാണെന്നാണ്, എന്തിനാണ്? അങ്ങനെ എന്തുമാവട്ടെ നമുക്ക്, അല്ല പ്രതികാരം കുഡ് ബി എനിത്തിങ്, പിന്നെ ഗുഡ് വേ ആവട്ടെ. അല്ല, നമ്മളെ പറ്റി ആരെങ്കിലും മോശം പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ആവശ്യമില്ലാണ്ട് മോശം പറയുമോ, ചുമ്മാ ഹേറ്ററിന് വേണ്ടി ചിലർ എഴുതുകയൊക്കെ ചെയ്യില്ലേ, അവരോടൊക്കെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, അവരൊന്നും നല്ല, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, അവരോട് നന്നായിട്ട് പ്രൂവ് ചെയ്യണം, അങ്ങനെ അതാ പറയാൻ വന്നത്. പക്ഷെ അങ്ങനെ ഇല്ല. എനിക്ക് എന്ത് പ്രൂവ് ചെയ്യാനല്ലേ? അല്ല, ഞാനിങ്ങനെ പറയാൻ വന്നത്, അതായത് ഇപ്പം നമുക്കെതിരെ ചുമ്മാ അനാവശ്യമായിട്ട് നമ്മളെ എന്തെങ്കിലും കുറ്റം പറയുന്നവരൊക്കെ പ്രൂവ് ചെയ്ത് കാണിക്കണം എന്നാണ് ഞാൻ പറയാൻ വന്നത്. നമ്മളോട് ആരെങ്കിലും ദ്രോഹം ചെയ്യുന്ന, നമ്മളെ പറ്റി മോശം ചുമ്മാ അനാവശ്യമായിട്ട് എഴുതുന്നവരെയോ കുറ്റം പറയുന്നവരൊക്കെ നല്ലതായിട്ട് പ്രൂവ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെന്നാ. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, എനിക്ക് അങ്ങനെ ഒരു വാശി ഇല്ല. മനസ്സിലായി. ആക്ച്വലി എനിക്ക് വാശിയില്ല, ഒരു വാശി വേണ്ടേ, കോമ്പറ്റീറ്റീവ് അങ്ങനത്തെ ഒരു നേച്ചർ അല്ല. വാശി വേണ്ടേ കുറച്ച്? വേണം വേണം വേണ്ടേ? വേണോ 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 ചേച്ചി പറ, വേണോ? അറിയില്ല, വാശി അറിയില്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ, നമുക്ക് നമ്മുടെ കാര്യം. വാശി ആവശ്യമില്ല. ഈ വാശി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പ്രൂവ് ചെയ്യാൻ പോകുമ്പോ ഉള്ള പ്രശ്നം ഭയങ്കര സ്ട്രെസ് അല്ലേ? നമ്മളിങ്ങനെ അവര് പ്രൂവ് ചെയ്യുന്നുണ്ടോ, അവർക്ക് പ്രൂവ് ആയോ, എന്തെല്ലാം ആലോചിക്കണം. അല്ല, പ്രൂവ് ചെയ്യാൻ മാത്രം ഒരു വേർത്താണോ? അതെ അതെ, അതുണ്ട് ഓഫ് കോഴ്സ്, അതുകൊണ്ട്. അങ്ങനെയല്ല, അത് പണ്ട് തൊട്ടേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാത്തിനും ഇപ്പം എന്നെ എന്തിനു വിളിച്ചാലും, ഞാൻ ഒരു പരിപാടിക്ക് സ്കൂളിൽ വിളിച്ചാൽ ഞാൻ പോകും. ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പല കാര്യങ്ങളും അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് അറിയാം, ഞാൻ പണ്ട് പാട്ട് പഠിച്ചു തുടങ്ങിയത് 5 വയസ്സിലാണ്. UKG കഴിഞ്ഞ സമയത്താണ് കർണാട്ടിക് മ്യൂസിക് പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ പഠിച്ച് തുടങ്ങിയ സമയത്ത് ഇപ്പോൾ ഈ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ അറിയാമല്ലോ ഞാൻ പാട്ട് പാടും എന്നറിയാം. അപ്പോൾ അന്നിങ്ങനെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം വന്നപ്പോൾ ഇങ്ങനെ അമ്മു തന്നെ വിളിക്കുന്നത്, അമ്മു പാട്ട് പാടും. അപ്പോൾ ഒരു പാട്ട് ഞാൻ പിന്നെന്താ പാടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാനവിടെ പോയിട്ട് ഇങ്ങനെ ശാസ്ത്രീയ സംഗീതം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഡാൻസിൽ പഠിച്ച അലൈപ്പായതയാണെന്ന് തോന്നുന്നു. അതൊക്കെ ഞാൻ അവിടെ പോയിരുന്ന് പാടി. അവിടെയുള്ള അലൈപ്പായത എന്ന് ഡാൻസ് ഉണ്ടായിരുന്നു നമുക്ക് പഠിക്കാൻ. അപ്പം അത് ഞാൻ അവിടെ വെച്ച് പോയി പാടി. ആർക്കും അറിയില്ലായിരുന്നു ഞാൻ പാടുന്ന തെറ്റാണെന്ന്. പക്ഷെ ഞാൻ അവിടെ പോയിരുന്നിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. കൊച്ചല്ലേ, എത്ര 1-ലോ 2-ലോ അല്ലേ, അവരിപ്പം നമ്മൾ എന്ത് കാണിച്ചാലും കൈയടിച്ചാലേ പറ്റൂ, അപ്പോൾ അവരത് ചെയ്യും. പിന്നെ ആ ഏജിലൊക്കെ നമ്മൾ എന്ത് കാണിച്ചാലും അവർ പ്രോത്സാഹിപ്പിക്കുമല്ലോ, അതൊരു കുട്ടി പാടിയല്ലോ എന്നല്ലേ. ഞാൻ അങ്ങനെയുള്ളവരായിരുന്നു എൻ്റെ ചുറ്റിനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തതെന്നല്ല. പക്ഷെ എനിക്ക് അന്നൊക്കെ വീട്ടിൽ വന്ന് ഞാൻ പാടി തെറ്റാണല്ലോ, മൈക്കിലാണ് പാടുന്നത് അവിടെ, മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ മടിയില്ല. എന്നെ ഇപ്പോൾ ഒരു പരിപാടിക്ക് വിളിച്ചാൽ ഞാൻ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിലും ഞാൻ കയറും, അങ്ങനെയാണ്. പക്ഷേ അതിൻ്റെ സ്മാർട്ട്നെസ് എന്ന് പറയും. പക്ഷെ ഞാൻ വേറൊരു രീതിയിൽ ഞാൻ സ്മാർട്ടല്ല. അതായത് ഇപ്പം 2 പേര് ഒരു പരിപാടിയിൽ ഒരു സീറ്റേ ഉള്ളൂ, പക്ഷെ 2 പേരുണ്ടെങ്കിൽ ഞാൻ മറ്റേ ആളോട് പോവാൻ പറയാം. അതൊരു സഹതാപോ അങ്ങനത്തെ സെന്റിമെന്റ്സ് ഒന്നും അല്ല. അപ്പൊ പെട്ടെന്ന് നമുക്കൊരു വേണ്ടോട്ടെ അങ്ങനെയൊക്കെ ഒരു മടി. പുഷ് ചെയ്യാറില്ല, അവനെ തന്നെ ഒരുപാട് പുഷ് ചെയ്യാറില്ല. ബിയോണ്ട് എ പോയിന്റ് യു ഡോണ്ട്. അങ്ങനെ അതും ആയിരിക്കാം. അതെ,
ഞാൻ പറഞ്ഞില്ല, അത് മനസ്സിൻ്റെ തലയ്ക്കകത്ത് വേറെ വേറെ ചിന്തകൾ ഇങ്ങനെ വരും. അത് വേണോ, അല്ലെങ്കിൽ അത് നമ്മൾ കൂടെ ഉള്ള നമ്മളോട് ഒരുമിച്ച് നിൽക്കുന്ന ആളോടുള്ള ഒരു കൺസിഡറേഷൻ, അതൊക്കെ ആയിരിക്കാം. ഞാൻ അല്ല, ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പോൾ മുന്നോട്ട് വന്ന് ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ മുന്നിൽ വന്ന് നിന്ന് ഞാനൊരു കാര്യം ചെയ്യില്ല. ആവശ്യമില്ലെങ്കിൽ ചുമ്മാ കയറി മുന്നിൽ നിൽക്കില്ല. അത് വേറെ ആൾക്കാർ വേണമെങ്കിൽ നിന്നോട്ടെ, നമുക്ക് പുറകിൽ നിൽക്കാം. ബാക്ക് ബെഞ്ചറാണ് ഞാൻ കേട്ടോ, ഭയങ്കര ബാക്ക് ബെഞ്ചറാണ്. ഫുഡൊക്കെ കഴിക്കുക സ്കൂളിൽ. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ സെൻറ്റ് മേരീസിലൊരു ബാക്ക് ബെഞ്ചറായിരുന്നു ഞാൻ. ഞാനും ആര്യയും നമ്മൾ അഖിലൊക്കെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടെ ബാക്കിലിരുന്ന് നല്ല ചില്ലിങ്ങായിരുന്നു. ചെറുതായിട്ട് മിക്സ്ചറൊക്കെ കഴിക്കും. അത് ഞാൻ പറഞ്ഞു, ബിക്കോസ് എൻ്റെ സ്കൂൾ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു. അക്കാഡമിക്കലി വളരെ നല്ലൊരു സ്കൂളാണ്. എല്ലാം അവിടെ പഠിക്കുന്നതൊക്കെ എനിക്കും നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ സ്കൂളിൽ പഠിച്ച്. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇതൊക്കെ കാണിക്കാറുണ്ട്. ഞാൻ നന്നായി പാടും, എല്ലാം ഞങ്ങൾക്കെല്ലാം അറിയാം. ഒരു പാട്ട് അതാണ് ചേച്ചി പാടുന്നത്, അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പാടാം. ചേച്ചി പാടുന്നു. ചേച്ചിയുടെ മുന്നിൽ ഞാൻ പാടില്ല. ചേച്ചിയുടെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. യു ഹാവ് ടു സിംഗ്. ഞാൻ അല്ലല്ല, ഐ എം നോട്ട് ടെല്ലിങ് യു, വെറുതെ പറയുന്നല്ല. ഞാൻ ആ നാടൻ പാട്ടൊക്കെ എന്ത് രസമാണ് കേൾക്കാൻ. നാടൻ പാട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പാടിയതൊക്കെ. എവിടെ ഇതൊക്കെ? എവിടെ? ഐ ഹേർഡ് ഇറ്റ്. ചെക്കയിലടിക്കും മുന്നേ അതാണോ? എല്ലാം ആ ഒരു ആ വോയിസ് ബ്ലെൻഡ് ആയി വരുന്നുണ്ടല്ലോ, ഇറ്റ്സ് അമേസിങ്. എനിക്ക് കവിത പാടാനും നാടൻ പാട്ട് പാടാനും ഇഷ്ടമാണ്. ഞാനായിരുന്നു സ്കൂളിൽ നിന്ന് പദ്യപാരായണത്തിനൊക്കെ പോകുന്നത്. എനിക്ക് കവിതകൾ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ഇന്നും. പിന്നെ നാടൻ പാട്ടും എല്ലാം ഉണ്ട്. പക്ഷെ ചേച്ചിയുടെ അത്രയും ഒരു പാട്ടല്ല ഞാൻ. ഒരു പാട്ട് പാടിത്തരും. ഇങ്ങനെ വരുമ്പോൾ മറ്റേ ആ ഒരു ഗമ വരുമല്ലോ, നമുക്ക് ഏതാ പാടേണ്ടതെന്നുള്ള ആ ഒരു മറ്റേ പാട്ടുകാരുടെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇഷ്ടമുള്ള ഞാൻ എപ്പോഴും കേൾക്കുന്ന പാട്ടല്ല, പക്ഷെ എനിക്ക് ഏറ്റവും എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ചേർന്നിരിക്കുന്നൊരു സോങ്ങാണ്. പഴയ പവിത്രത്തിലെ ഒരു പാട്ടുണ്ട്, ശരത് സാറിന്റെ താളമയഞ്ഞു. അത് ഞാൻ അഭിനയിച്ച പാട്ടാ. അയ്യോ ശരിയാ, ആ കുട്ടി. അയ്യോ അതിലാ കൊട പിടിക്കുന്ന കൊട, അത് എന്റെ കൊട. പ്ലീസ്. അയ്യോ ശരിയാ ചേച്ചി, ഞാൻ അഭിനയിച്ച പാട്ടായിരുന്നു. അയ്യോ ചേച്ചി, എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാനത് പറഞ്ഞു പോർത്തത്. എനിക്ക് ആ കുട്ടീനെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാം. ആ ഓടുമ്പോ ഇങ്ങനെ മറ്റേ കുട്ടി മാറി വരില്ലേ? അതെ അതെ അതെ. ചേച്ചി എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. അപ്പൊ പാടൂ പ്ലീസ്. അയ്യോ അങ്ങനെയാണ് എനിക്ക് പാടാൻ. ചേച്ചിയുടെ പാട്ടല്ലേ? അയ്യോ അത് ഞാൻ പാടി. ഇനിയിപ്പോ എനിക്കത് നല്ലതല്ലേ? നന്നായി പാടില്ല, അത് ഭയങ്കര പാടാണ്. ആ പാട്ടിന് തന്നെ പ്രത്യേക ഭംഗിയാണ്. ശരത് സാറിന്റെ ഒരു ബ്യൂട്ടിഫുൾ. അതിലെല്ലാ പാട്ടും നല്ലതായിട്ട് ഞാൻ പറയല്ലേ, ഏറ്റവും നല്ല പാട്ടാണ്. അതെ 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 അതെ. അയ്യോ ചേച്ചിയായിരുന്നല്ലേ. ആ കണ്ണും എന്ത് രസമാണ്. കൊട പിടിച്ച് അല്ല ഞാൻ പറയാം, എനിക്ക് ശരിക്കും ആ പാട്ടിലെ വരുമ്പോ എനിക്ക് ആ കുട്ടീനെയാണ് ശരിക്കും ഓർമ്മ വരുന്നത്. ആലോലം ആശാലോലം ആരാരോ പാടും ഗാനം, കുഞ്ഞി കാലു പിച്ച പിച്ച വയ്ക്കും കാലം, തുമ്പപ്പൂവിനോട് തുമ്പി തുള്ളാൻ വന്നോ, വാഴ്വിൻ്റെ കോവിലിൽ സോപാനഗാനമായി ആടുന്ന നാഗിനി, ബോധിപ്രവാഹിനി, ജീവന്റെ സംഗീതം. ഓ താളമയഞ്ഞോ ഗാനമപൂർണം, തരളലയം പാടും രാഗധാര, മന്ത്രം മായും നൂപുരനാദം, മാനസമോ ഘനശ്യാമായ മാനം, താളമയഞ്ഞോ ഗാനമപൂർണം, തരളലയം താരം രാഗധാര. താങ്ക് യു. എനിക്കത് അൺഎക്സ്പെക്റ്റഡായി, ഭയങ്കര ഇമോഷണലായി. അന്നത്തെ ഓർമ്മകളൊക്കെ വന്നു. കരിപ്പ അവരാരും ഇല്ലല്ലോ. അതെ, ഇന്നസെൻ്റങ്ങളില്ല, ലളിത ആൻറ്റി ഇല്ല. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് അന്ന് എനിക്ക് ആ ഷോട്ടിൽ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം ഇന്നസെൻ്റങ്ങളുടെ ഒരു കയ്യിൽ ഇങ്ങനെ കുത്തണം,
ഒരു ഈർക്കിലാ കയ്യില് തന്നിരിക്കുന്നത്. തുമ്പിക്കൈയില് തുമ്പിക്കൈയുടെ കഥ. അത്ര കുത്തിയിട്ടും എനിക്ക് കുത്താൻ പേടി എന്ന് വെച്ചാൽ വേദനിക്കില്ല, ഞാൻ ഇങ്ങനെ കുത്താം. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കും, അങ്ങോട്ട് കുത്ത് കുത്ത്. അപ്പൊ കുറേ തവണ എന്നിട്ട് പുള്ളി ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് വരും. അപ്പൊ പറഞ്ഞു ഇനി എനിക്ക് എഴയാൻ വയ്യ, നീ ഒന്ന് കുത്തി തീർക്ക്, ഞാൻ കുഞ്ഞാ. അപ്പോൾ അവസാനം കുത്തി. പക്ഷെ അവസാനത്ത് ഇച്ചിരി കടുപ്പം കൂടി പോയോ എന്ന് പെട്ടെന്ന് അതൊക്കെ ഒന്ന് ഓർമ്മ വന്നു. എന്തൊരു എനിക്കത് ഭയങ്കരമായിട്ട് എപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നൊരു അത്ര വാത്സല്യം എന്താണ് ആ പാട്ടിൽ അല്ലേ. ആ സിനിമയും അതെ എന്ത് സിനിമ, അതൊക്കെ ഒരു കൾട്ട് മൂവി എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു സിനിമയും പിന്നെ മലയാളത്തിൽ നമ്മൾ അപൂർവം കാണുന്ന വെച്ചാൽ ലാൽ സാറിൻ്റെ മൂവീസിൻ്റെ പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ ഇവിടെ വരെ ഇപ്പൊ തുടരും ആണെങ്കിൽ പോലും യു ആർ ലക്കി ദാറ്റ് യു കുഡ് ബി എ പാർട്ട് ഓഫ് തുടരും. പിന്നെ ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? ഞാനത് എന്താ പറയാ, എനിക്ക് ഞാൻ കുറച്ച് ടെൻസ്ഡ് ആയിരുന്നു ഞാൻ ചെന്ന സമയത്ത്. കാരണം അറിയാലോ കുറച്ചേ ഉള്ളൂ, പക്ഷെ നന്നായി ചെയ്യണം, അതൊരു ലാസ്റ്റ് പോർഷനിലാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഭാരം ഉണ്ടായിരുന്നു തലയിൽ. പക്ഷെ തരുൺ ചേട്ടൻ ഭയങ്കര ഈസി ആയിട്ടാണ് അത് ഡീൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ എനിക്കത് ഇമോട്ട് ചെയ്യാൻ പറ്റും. അപ്പം അത് തരുൺ ചേട്ടൻ്റെ രീതിയുണ്ട്, നമുക്കത് ബാക്ക് സ്റ്റോറിയൊക്കെ പറഞ്ഞു തന്ന് നമുക്കത് ചെയ്യിക്കാൻ. അപ്പം അങ്ങനെ ചെയ്തതാണ്. അതൊരു വളരെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഞാൻ ഒത്തിരി ചെറിഷ് ചെയ്യുന്നതാണ്. ഞാൻ ലാലേട്ടനുണ്ടായിരുന്ന ദിവസമാണെങ്കിലും ശോഭന മാമിൻ്റെ കൂടെ അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. എന്നും ഗ്രേറ്റ്ഫുള്ളാണ്. തുടരും എനിക്ക് ഒരുപാട് എൻ്റെ കരിയറിലും എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായൊരു സിനിമ തന്നെ. പ്രത്യേകിച്ച് ആ ഷോട്ടൊക്കെ ഉണ്ടല്ലോ, ഫർഹാന്റെ ബാക്കിൽ നിന്ന് ഭയങ്കര ഇമോഷണൽ. അത് ലൈക്ക് ഭയങ്കര റോ ആയിട്ട് നമുക്ക് കാണുന്ന ഒരു സീനൊക്കെ അത്. സോ അതൊക്കെ എത്ര ടേക്സ് നല്ല, അത് ഹൗ ഡിഡ് ഇറ്റ് ടേക്ക് ടൈം ആ ഒരു ഷോട്ടിന് വേണ്ടി? ഇല്ല, എനിക്ക് തോന്നുന്നു ആ സിറ്റുവേഷനിൽ അവിടെ ഓൾറെഡി അതൊരു മരണ വീട് പോലെ ആണല്ലോ, അത്ര ആൾക്കാരും അല്ല ഞാൻ ഒറിജിനൽ ആണോ പെട്ടെന്ന് ഓർക്കാന്നല്ല, മഴ അവര് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ആ ഒരു മൂഡിലാണ് നമ്മള്. അറിയില്ല ആ സമയം ചേച്ചി ഒരു ആക്ടറല്ലേ, നമുക്കറിയാലോ ആ സമയം നമ്മുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. നമുക്കത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. അത് നമ്മളങ്ങ് ചെയ്യാണ്, അത് എത്രയും നന്നായി ചെയ്യണം എന്ന് വിചാരിച്ചങ്ങ് ചെയ്യാണ്. ഇത് ടേക്ക് ടൈം ആ ഒരു ഷോട്ടൊക്കെ? ടൈം ഉണ്ടായിരുന്നു, നമുക്ക് ആവശ്യത്തിന് ടൈം തരുന്നുണ്ടായിരുന്നു. വന്ന് പറഞ്ഞു തന്നു. പിന്നെ പൊതുവേ അവിടെ അപ്പോൾ ആ സമയത്ത് അവിടെ സെറ്റ് ചെയ്യാനൊക്കെ കുറച്ച് സമയമൊക്കെ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് സമയം ആവശ്യം പോലെ ചേർന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമൊക്കെ തരും. അപ്പം അത് ഞാൻ പറഞ്ഞില്ല, തുടരുമിൻ്റെ സെറ്റിൽ മനസ്സിൽ 3 കാര്യങ്ങളായിരുന്നു. നന്നായിട്ട് ചെയ്യണം, നമ്മളുടെ ഭാഗത്തുനിന്നൊരു പ്രശ്നം അവിടെ വരരുത്, പിന്നെ ഇവരുടെ കൂടെ ഇവരെ കാണാൻ പറ്റും. ഇപ്പോൾ ശോഭന മാമിനെയും ലാലേട്ടനെയും അല്ലെങ്കിൽ മണിയമ്പിള്ള രാജു സാർ ഉണ്ടായിരുന്നു, അപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റുക, അവരുടെ കൂടെയൊക്കെ പെർഫോം ചെയ്യുക. എനിക്ക് ശരിക്കും ഈ സിനിമയുടെ ഒരു ഇതിലേക്ക് എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആണല്ല. എനിക്ക് സിനിമ അതിപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആണല്ലോ ഏറ്റവും കൂടുതൽ. ആ ഒരു ആവേശം ഉണ്ടല്ലോ, അതാണ് എനിക്കെപ്പോഴും ഉള്ളത്. അതിപ്പോൾ സിനിമ തിയേറ്ററിൽ പോയി ഞാൻ ഒരു ഫിലിം ആക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ, നടിയാവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എൻ്റെ സിനിമ തിയേറ്ററിൽ കാണുക, എന്നെ തിയേറ്ററിൽ കാണുക എന്നുള്ളതാണ്. എനിക്ക് ആ ഒരു വിഷ്വലാണ്. 18ാം പടിക്ക് മുന്നേ 18ാം പടി അഭിനയിക്കുന്നു, റിലീസാവുന്ന ടൈമിലൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ ആ തിയേറ്ററിൽ എന്തായിരിക്കും, ആ വലിയ സ്ക്രീനിൽ നമ്മളെ എങ്ങനെയാണ് കാണുന്നത്, അതിൻ്റെ എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ തിയേറ്ററിൽ കണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു എന്നെ കണ്ടപ്പോൾ. എന്നുവെച്ചാൽ ഇമോഷണലായിട്ട് എനിക്ക് എപ്പോഴും ആ ഒരു ഹൈ ആണ് തിയേറ്ററിൽ നമ്മളെ കാണുക. ഔട്ട് കാണുന്നതിലാണ് എനിക്ക് ശരിക്കും ആക്ച്വലി പ്രോസസ്സൊക്കെ കുറച്ച് എപ്പോഴും ഒരു കൺഫ്യൂഷനും ഇങ്ങനെ ടെൻഷനൊക്കെയാണ്. ശരിയാണോ ചെയ്യുന്നത്, ശരി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്, ഈ ടേക്ക് ഓക്കെ ആയ അങ്ങനത്തെ ഇതാണ്. പക്ഷെ എപ്പോഴും ഔട്ടിലാണ്, ഔട്ട് എങ്ങനെയായിരിക്കും. അതാണ് എനിക്ക് ഡബ്ബിങ് കുറച്ച് പാടാണെങ്കിൽ ഡബ്ബിങ്ങിന് പോകാൻ ഭയങ്കര സന്തോഷമാണ് നമ്മളെ കാണാനായിട്ട്. എനിക്കെല്ലാം ഇതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ പഴയതങ്ങനെ എടുത്ത് കാണുന്ന കുറച്ച് ക്രിഞ്ചായിട്ട് തോന്നും നമുക്ക്. പക്ഷെ എന്താണെങ്കിലും എന്താണോ ഔട്ട് സംഭവം വരാൻ, ഇനിയിപ്പോൾ പ്ലൂട്ടോ ആണെങ്കിലും നമ്മളുള്ള പടങ്ങളൊക്കെ കാണാൻ ബിഗ് സ്ക്രീനിൽ കാണുന്നതാണ്
ഒരു ഹൈ എനിക്ക്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാനിത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ബട്ട് ദെൻ എവ്രിബഡി വിൽ കം അപ്പ് വിത്ത് എ ഡിഫറെൻറ്റ് ആൻസർ. സോ വാട്ട് ഈസ് യുവർ സ്കിൻ കെയർ റുട്ടീൻ, യുവർ ജിം ആക്ടിവിറ്റീസ്, എന്താണ്? സ്കിൻ കെയർ ആക്ച്വലി വളരെ കുറവാണ്. ഞാൻ ആക്നി പ്രോൺ സ്കിന്നാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ മന്ത്ലി പിമ്പിൾസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമൊക്കെ ആണ്. ഷൂട്ട് യൂഷ്വലി അതങ്ങ് വിടും. ഷൂട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ മഞ്ഞളും തേനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ ബേസിക്കലി വലിയ പരിപാടികളൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു 3-4 years ആയിട്ട് 3-4 years ആയിട്ട് പ്രോപ്പറായിട്ട് എനിക്കൊരു ഡെയിലി വർക്കൗട്ടും ഒരു ഇപ്പോൾ കാലറിയൊക്കെ നോക്കി അങ്ങനെ എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായി നോക്കുന്നു എന്നുള്ളതല്ല. പക്ഷെ എന്നാലും ഞാൻ വളരെ ഫുഡിന്റെ ക്വാണ്ടിറ്റി ഒക്കെ വളരെ കോൺഷ്യസ് ആണ്. ഫുഡിന്റെ ക്വാണ്ടിറ്റി ഒക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെയാണ് കഴിക്കുന്നത്. ബിക്കോസ് ഞാൻ ആക്ച്വലി ഒരു ഫുഡിയാണ് ഞാൻ. പക്ഷെ ഒരുപാട് ക്വാണ്ടിറ്റി കഴിക്കുന്ന ആളല്ല പണ്ടേ. പക്ഷെ എനിക്ക് ഭയങ്കര ആർത്തിയാണ്. നമുക്കിങ്ങനെ അത് വേണം ഇത് വേണം, ഭയങ്കര ഭയങ്കര കൊതിയാണ് ഇങ്ങനെ എപ്പോഴും. പ്രത്യേകിച്ച് ജങ്ക് ഫുഡ്, ഇപ്പോൾ ഫ്രൈഡ് ഐറ്റംസും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വലിയ സ്വീറ്റ് ക്രേവിങ്സ് കുറവാണ്. പക്ഷെ എല്ലാം കിട്ടിയാൽ ഞാൻ കഴിക്കും. പക്ഷെ അതൊക്കെ ഞാൻ കുറേ കൺട്രോൾ ചെയ്ത് പിന്നെ ഞാൻ മിക്കവാറും ഡെയിലി ജിമ്മിൽ പോവാറുണ്ട്. ഞാൻ കളരി പഠിക്കുന്നുണ്ട്, അത് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ ഡാൻസ് ക്ലാസ് ഉണ്ടെങ്കിൽ ഡാൻസിന് പോകാറുണ്ട്. ഡാൻസ് ക്ലാസ് പക്ഷേ ഇപ്പം അങ്ങനെ റെഗുലറായിട്ടല്ല, പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴാണ് അങ്ങനെ പറ്റാറുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്യാറുണ്ട് എപ്പോഴും. പിന്നെ ഹെൽത്ത് കോൺഷ്യസ് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. അത് ആ ഒരു ഇത് എനിക്കും എൻ്റെ ബ്രദറിനും ചെറുപ്പം തൊട്ടേ ഉണ്ട്. ആ ഒരു ചിന്ത എപ്പോഴും എന്ത് കഴിക്കുമ്പോൾ കുറച്ച് മൈൻഡ്ഫുൾ ആണ്. ആർഷയുടെ ഫാമിലിയെ കുറിച്ച് പറയൂ. അച്ഛൻ, അമ്മ, ചേട്ടന്റെ വിശേഷങ്ങൾ പറഞ്ഞു. ചേട്ടന്റെ വൈഫുണ്ട്, മാരീഡാണ്, ഹരിത, അപ്പൂപ്പൻ. നമ്മള് ഇത്രയും പേരാണ് വീട്ടിൽ. ഇപ്പൊ അമ്മൂമ്മയുണ്ട്, അച്ഛന്റെ അമ്മ ഇപ്പൊ വീട്ടിലുണ്ട്. ഇതാണ് ഫാമിലി. എത്രത്തോളമാണ് അവര് കൂടെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഒബ്വിയസ്ലി യു ടോൾഡ് ദാറ്റ്. ബട്ട് എന്നാലും എങ്ങനെയാണ്, ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? അല്ലേ, എന്നെ എന്താ പറയുക, എനിക്ക് കരിയർ ഞാൻ ഫിലിമിൽ എത്തിയതാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ അതെൻ്റെ അച്ഛനും അമ്മയും കാരണം മാത്രമാണ്. അവരത്രമാത്രം സ്കൂൾ ടീച്ചേഴ്സായിരുന്നു. ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവർക്ക് അവരുടെ കലയോടുള്ള ഇഷ്ടവും, അവർ ചെറുപ്പം തൊട്ടേ കലയെ ഇഷ്ടപ്പെടുന്നവരാണ്. എൻ്റെ അച്ഛനും അമ്മ എന്തെങ്കിലും പെർഫോം അങ്ങനെ. അച്ഛൻ ആക്ച്വലി തിയേറ്റർ ഒക്കെ ചെയ്യുമായിരുന്നു. അച്ഛൻ ട്രിവാൻഡ്രത്തായിരുന്നു, അവിടെ അച്ഛൻ്റെ വീട്. അപ്പോൾ അവിടെ അച്ഛനൊരു തിയേറ്റർ ഗ്രൂപ്പും ആർട്സ് ക്ലബും. അച്ഛൻ അങ്ങനെ ശരിക്കും ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നോ അതെനിക്കൊന്ന് അച്ഛൻ്റെ ഒരു ട്രേറ്റ്സ് ആണ് എനിക്കുള്ളത്. വളരെ ആക്റ്റീവ് ആയിരുന്നു. ഞാൻ ചെറുപ്പത്തിൽ ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നൈബർഹുഡ് ഫ്രണ്ട്സിനൊക്കെ വെച്ചിട്ട് ഞാൻ എന്താ ട്രഷററായിരുന്നു, എന്താണെന്ന് ഓർമ്മയില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉണ്ടായിരുന്നു. നമ്മൾ ഓണം പരിപാടി ചെയ്യും. ഞാൻ പുലികളിക്കൊക്കെ പോയിട്ടുണ്ട്, പുലിയായിട്ട്. അങ്ങനെ ക്രിസ്മസ് ഫാദറായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ അവിടെ വീട്ടിലൊക്കെ പോയിട്ട് വിഷുക്കണിയൊക്കെ കൊണ്ട് നമ്മൾ പോയിട്ടുണ്ട്. നമ്മളൊരു ഉന്തുവണ്ടിയിൽ വിഷുക്കണി ഒരുക്കിയിട്ട് നമ്മുടെ ചേച്ചിമാരും നമ്മുടെ തൊട്ടപ്പുറത്ത് പിച്ചി ചേച്ചി, നന്ദു ചേച്ചിയാണ്. അവരാണ് എൻ്റെ ലീഡേഴ്സാണ്. ഞാനിങ്ങനെ അവരുടെ കൂടെ നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരാണ് ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ. നമ്മള് ഉന്തുവണ്ടിയിൽ അങ്ങനെ പിള്ളേര് സെറ്റ് എല്ലാവരും കൂടി വിഷുക്കണി രാവിലെ ഓരോ വീടുകളും കൂടി കണി കാണിക്കുന്നു. മനസ്സിലായി. അപ്പൊ അങ്ങനെ പിന്നെ പൈസ കിട്ടി. നമ്മൾ ആ പൈസ ആ സമയം നമ്മള് സ്കൂള് തുറന്നപ്പോൾ ഒരു കുട്ടിക്ക് ബുക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും. ശരി. അങ്ങനെയൊക്കെ നമ്മൾ അന്ന് ചെയ്യുക. നമ്മുടെ ക്ലബിന്റെ പരിപാടികളാട്ടോ. ഞങ്ങളാണ് അതിന്റെ മെയിൻ ആൾക്കാർ. എത്ര വയസ്സിലാ ഇതൊക്കെ ഒരു 4, 5, 6, 7ാം ക്ലാസ് ഒക്കെ വരെ. പിന്നെ ഞാൻ 7th ഒക്കെ ആയപ്പോ ഈ ചേച്ചിമാരൊക്കെ കുറച്ച് അവർക്ക് 12th അങ്ങനെയൊക്കെ ആകുമ്പോ പിന്നെ അവർക്ക് കുറച്ച് സീരിയസ് ആണല്ലോ പഠനത്തിലൊക്കെ. അങ്ങനെ പിന്നെ അതങ്ങ് നിർത്തേണ്ടി വന്നതാണ്. അല്ലെങ്കിൽ അത് വളരെ ആക്റ്റീവ് ആയിരുന്നു. നമുക്ക് ബാനറും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതുപോലെയായിരുന്നു അച്ഛൻ. ശരിക്കും അച്ഛന്റെ വീട്ടിലെ 4 മക്കളുടെ ആളാണ്. അവര് വളരെ ഫാമിലി. എൻ്റെ അമ്മൂമ്മയാണെങ്കിലും അപ്പൂപ്പനും അവരൊക്കെ എല്ലാം ഭയങ്കര അക്കാഡമിക്കലി വളരെ സ്ട്രിക്റ്റ് ആണ്. അവരൊക്കെ എൻ്റെ അച്ഛൻ MSc MEd ഒക്കെ എടുത്ത ആളാണ്. നടനാവാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. തിയേറ്റർ ഗ്രൂപ്പും അവരെയും എനിക്ക് ഓണത്തിനൊക്കെ ഇങ്ങനെ സീരിയസ് തിയേറ്റർ ആക്ട്രസുകളൊക്കെ കൊണ്ടുവന്ന് ഇവരുടെ കൂടെ. ആ സമയത്ത് ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള തിയേറ്റർ ആക്ട്രസുകളൊക്കെ ഉണ്ടാവില്ല, അവരെയൊക്കെ കൊണ്ടുവന്ന് പരിപാടിയൊക്കെ ചെയ്യുകയും അങ്ങനെയൊക്കെ വളരെ ആക്റ്റീവ് ആയിരുന്നു. അച്ഛനും സിനിമ ഷൂട്ടൊക്കെ നടക്കുമ്പോൾ പോയി കാണാറോ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ പിന്നീട് അച്ഛന് 23ാമത്തെ വയസ്സായപ്പോൾ അച്ഛന് UN അങ്ങനെ ജോലി കിട്ടി. അച്ഛൻ അങ്ങനെ ടീച്ചറായിട്ട് ആ സമയം പോവുകയാണ് ചെയ്തത്.
പിന്നെ അച്ഛൻ ടീച്ചറാണ് അല്ലേ? അച്ഛനും അമ്മയും ടീച്ചേഴ്സാണ്. അപ്പം അമ്മ കലാകാരിയാണോ? അമ്മ പാട്ടൊക്കെ പാടും. എന്നുവെച്ചാൽ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ പാടാനൊരു ടാലൻ്റ് ഉണ്ട് അമ്മയ്ക്ക്. അവർക്ക് ഭയങ്കര ഇഷ്ടം. പണ്ട് മുതലേ സിനിമ കാണുന്നവരും ഇവരൊക്കെ എല്ലാം മുടങ്ങാതെ പോയി സിനിമ കാണുന്നവർ. ഇപ്പം ഞങ്ങളെ ആണെങ്കിലും നമ്മൾ ഏത് പടം ഇറങ്ങിയോ ആ വീക്കെൻഡിൽ നമ്മൾ പോയി കണ്ടിരിക്കും. അങ്ങനെയാണ്. സെക്കൻഡ് ഷോ ഫസ്റ്റ് ഷോ നമ്മൾ പോയി കാണും. അപ്പം പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവരെ ഒരിക്കലും അവരുടെ മോള് സിനിമയിൽ അല്ലെങ്കിൽ മകൻ സിനിമയിൽ വരണമെന്ന് ആഗ്രഹിച്ചവരൊന്നും അല്ല. അതിനോട് ഇഷ്ടമാണ് എല്ലാ സാധാരണക്കാരെയും പോലെ, അങ്ങനെയാണ്. പക്ഷെ എങ്ങനെയോ അത് ചേട്ടന് കിട്ടി. ചേട്ടൻ്റെ ഇൻഫ്ലുവൻസ് ആണ് എനിക്കെപ്പോഴും. എപ്പോഴും സിനിമയാണല്ലോ നമ്മൾ ചേട്ടനും ഞാനും തമ്മിൽ ശരിക്കും ഞങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഞങ്ങൾ വളരെ എൻറ്റയർലി ഓപ്പോസിറ്റ് രണ്ടാൾക്കാരാണ്. നമ്മുടെ ബിഹേവിയറും എല്ലാം, നമ്മുടെ ചിന്തകളും ഐഡിയോളജിയിൽ സാമ്യതകളുണ്ട്. പക്ഷെ അല്ലാതെ പൊതുവേ നമ്മുടെ രണ്ട് രീതികളൊക്കെ വേറെയാണ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പും അങ്ങനെയല്ല. പക്ഷെ സിനിമയാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത്. നമ്മളിന്ന് വൈകുന്നേരം വന്നിരുന്ന സിനിമ, അവരെ പറ്റി ഇവരെ പറ്റി, ആ സിനിമയെ പറ്റി ഈ സിനിമയെ പറ്റി, അതാണ് നമ്മുടെ സംസാരങ്ങളും എല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അവരങ്ങനെ ആഗ്രഹിച്ചിട്ട് ഒന്നുമില്ല. എനിക്കൊന്ന് അവർക്ക് മക്കൾ രണ്ടുപേരും നല്ലൊരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു ജോബ് കിട്ടണം. രണ്ടുപേരും സിനിമയുമായി ബന്ധപ്പെട്ട്, മീഡിയയും ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ആയിപ്പോയി. പക്ഷേ ഇനിയിപ്പോൾ അവരുടെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. എപ്പിസോഡ് ഫുൾ അങ്ങനെ ആക്കാതെ അല്ല, നമുക്കറിയില്ല, ആയിരിക്കാം അല്ലേ? ആയിരിക്കാം. അവരുടെ ആ ഒരു ഇഷ്ടം ആണല്ലോ നിങ്ങളിലേക്ക് എത്തുന്നത്. നിങ്ങൾ അത് കണ്ടു വളർന്ന് ഇതൊക്കെ. പക്ഷെ ചെറുപ്പത്തിലൊന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ സിനിമ, എല്ലാ കാര്യങ്ങളും നമ്മൾ പൊളിറ്റിക്സും ഒക്കെ വീട്ടിൽ ഡിസ്കസ് ചെയ്യും, നമ്മൾ അങ്ങനെയാണ്. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴും ഇപ്പം എൻ്റെ അച്ഛൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അച്ഛനും അമ്മയുണ്ട്. ഞാൻ അവരുടെ കൂടെയാണ് താമസിക്കുന്നതും. എനിക്കറിയില്ല, ഞാൻ സിനിമയിൽ വന്നതാണെങ്കിൽ ഇപ്പോഴും ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെൻ്റെ പേരൻസിൻ്റെ സപ്പോർട്ടാണ്. അല്ലാതെ ശരിക്കും അതിലെല്ലാ ക്രെഡിറ്റ് അവർക്ക് തന്നെ ഞാൻ കൊടുക്കുകയുള്ളൂ. അതങ്ങനെയാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അത് സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വേണമല്ലോ. ഇപ്പം സിനിമയിൽ സിനിമയിൽ വരാത്ത എത്രയോ വലിയ വലിയ കഴിവുള്ള ആൾക്കാരുണ്ടല്ലേ. പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ കാര്യമാണ് അവർക്ക്. പക്ഷെ ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര ഭാഗ്യവതിയാണ്. എൻ്റെ അച്ഛനും അമ്മയും അവരില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. അങ്ങനെ തന്നെയാണ്. ആർഷയെ സംബന്ധിച്ചിടത്തോളം വാട്ട് വുഡ് യു സേ ആസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്? ഞാൻ പറയാൻ കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം സദ്ഗുരുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, അദ്ദേഹത്തോട് ഏറ്റവും അധികം ചോദിച്ച് കേൾക്കുന്ന ചോദ്യം സദ്ഗുരുജി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ് എന്നാണ്. സോ ഇഫ് ഐ ആസ്ക് യു ദിസ് ക്വസ്റ്റ്യൻ വാട്ട് ഹാവ് യു, അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആൻസർ പറഞ്ഞില്ല. ബിക്കോസ് ഇഫ് ഐ സേ ദാറ്റ് ടു യു, അത് ഡൈവേർട്ട് ചെയ്യും യുവർ ആൻസർ. സോ അങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ വാട്ട് ഡു യു ഫീൽ ഷുഡ് ബി ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്? ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല എന്നല്ല. അതിപ്പോൾ ഓരോ ലൈഫ് സ്റ്റേജസിൽ ഓരോന്നായിരിക്കുമല്ലോ. അങ്ങനെ അതാണോ അത് പർപ്പസ് ആണോ? അങ്ങനെയല്ല, നമ്മളെ പ്രായത്തിനനുസരിച്ച് നമ്മുടെ ഉത്തരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അത് ശരിയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില ചോദ്യങ്ങളാണ് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിപ്പിക്കുന്നത്. ഓക്കെ, ഇഫ് ഐ ആസ്ക് യു ഇൻ ദിസ് വേ, വാട്ട് ഈസ് ഹാപ്പിനെസ് അക്കോർഡിംഗ് ടു ആർഷ? ഇപ്പോൾ ഹാപ്പിനെസ് സിനിമയാണ്, ഫാമിലി, ഫ്രണ്ട്സ്, അത് തന്നെയാണ്. ആൻഡ് വാട്ട് ഈസ് പീസ് അക്കോർഡിംഗ് ടു ആർഷ? വെറുതെ ഇരിക്കുന്നതാണോ? അതൊരു തോട്ടാണ് വരേണ്ടത്. എനിക്കെപ്പോഴും കൂടുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് അതാണ് വരുന്നത്. ഞാൻ ആരുടെ കൂടെയാണോ, എനിക്കിഷ്ടമുള്ളവരുടെ കൂടെയൊക്കെ, അതാണ് എൻ്റെ ഹാപ്പിനെസ്സും എല്ലാം. സിനിമ, നല്ലൊരു ക്യാരക്ടറൊക്കെ ചെയ്യുമ്പോൾ, ഒരു ക്യാരക്ടർ ഗ്രാഫുള്ളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് നമുക്ക് പെർഫോം ചെയ്യണം, നന്നായി ചെയ്യാൻ പറ്റണം. അത് ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സും ഷൂട്ടിംഗ് സെറ്റും അതൊക്കെയാണ് എൻ്റെ ഒരു സന്തോഷവും. അവിടെയാണ് ഞാൻ ഏറ്റവും പീസ്ഫുൾ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം ഷൂട്ടിംഗ് സെറ്റാണ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയും എനിക്ക് വീട്ടിലിരിക്കാൻ, എൻ്റെ റൂമിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടുകാരുടെ കൂടെ ഇരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ എനിക്കൊന്ന് ഏറ്റവും ഇഷ്ടം ഷൂട്ടിംഗ് സെറ്റിൽ എനിക്ക് പാക്കപ്പ് പറയാൻ ഇഷ്ടമല്ല. എനിക്കിഷ്ടമല്ല.
അല്ല, ഞാൻ പറയുന്നത് എനിക്ക് മറ്റുള്ളവരുടെ വികാരം മനസ്സിലാവുന്നുണ്ട്. കാര്യം അവർ ഫുൾ ഡേ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അവർക്ക് പാക്കപ്പ് ഭയങ്കര സന്തോഷമാണ്. ആൾക്കാർ ഇങ്ങനെ കൈയടിക്കും, പാക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ് സെറ്റിൽ. പക്ഷെ എനിക്കതെപ്പോഴും എനിക്ക് പോകാൻ തോന്നില്ല. എനിക്ക് സെറ്റിൽ എനിക്കിങ്ങനെ വൈകിയാലും കുഴപ്പമില്ല. എനിക്ക് സെറ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ഇരിക്കാനും സീൻസൊക്കെ ചെയ്യാനും എല്ലാം. എനിക്ക് പാക്കപ്പ് ഭയങ്കര വിഷമമാണ് ശരിക്കും കേൾക്കും. ഞാനത് ചോദിച്ചെന്ന് വെച്ചാൽ ഇത് കേട്ടപ്പോൾ എൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞത് ദാറ്റ് ഷോസ് യുവർ ഇൻറ്റൻസിറ്റി, ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ലവ് ടുവേർഡ്സ് സിനിമ ആൻഡ് ആക്ടിങ് അല്ലേ? അതെ, അത് അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇപ്പോൾ പേർപ്പസ് എന്നൊക്കെ ചോദിക്കുമ്പോഴും എനിക്കിത് തന്നെ ഉള്ളൂ. എനിക്ക് വേറൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് വേറൊരു പ്ലാൻസ് ഇല്ലായിരുന്നു. എനിക്കൊരു പ്ലാൻ ബി ഇല്ല, ഒന്നുമില്ല. ഞാൻ ആക്ച്വലി എഡ്യൂക്കേഷൻ PG വരെ കംപ്ലീറ്റ് ചെയ്തതാണ്. അത് എന്ന് വെച്ചാൽ എനിക്കറിയാം എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വില എനിക്കറിയാം. അത് നമുക്ക് തരുന്ന വാല്യൂ. വിഷയം ഏതായിരുന്നു? MA ഇംഗ്ലീഷ് ലിറ്ററേച്ചറായിരുന്നു. അപ്പോൾ എനിക്ക് അത് തരുന്ന അത് നമുക്ക് എഡ്യൂക്കേഷൻ തരുന്ന എല്ലാം എനിക്കറിയാം. അതിൻ്റെ ഒരു ജീവിതത്തിൽ അത് തരുന്നൊരു ഉറപ്പും ഒക്കെ അറിയാം. അതുകൊണ്ടാണ് ചെയ്തത്. പിന്നെ എൻ്റെ പേരൻസിന് വേണ്ടിയാണ്. എൻ്റെ പേരൻസിനെ ഇത്രയും സപ്പോർട്ട് ചെയ്തപ്പോൾ അവരാകെ പറഞ്ഞ ഒരേ ഒരു കാര്യം, പഠിക്കണം, പറ്റാവുന്ന അത്ര പഠിക്കണം, അവസരം കിട്ടുന്നുണ്ടെങ്കിൽ അത് പഠിക്കണം എന്നുള്ളതാണ്. അപ്പം ഞാനത് ചെയ്തു. അതാന്ന് തോന്നുന്നു ഞാൻ അവർക്ക് ആകെ എൻ്റെ ലൈഫിൽ അവരെ എന്നുവെച്ചാൽ അവർക്ക് ഞാൻ സിനിമ ചെയ്യുന്നതൊക്കെ ഹാപ്പിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞാൽ അവർക്ക് കൂടിയാണ് ഞാനത് ചെയ്തത്. സക്സസ് ഞാൻ ചോദിക്കുകയാണെങ്കിൽ മേ ബി പ്രോബബ്ലി ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത് പറഞ്ഞു. സക്സസ് ഡെഫിനേഷൻ എന്തായിരിക്കും? വാട്ട് ഈസ് സക്സസ് അക്കോർഡിംഗ് ടു ആർഷ? സക്സസ് എന്ന് പറയുന്നത് ലൈഫിലൊരു ബാലൻസ് ഉണ്ടാവുക എന്നുള്ളതാണെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് മോശം സമയം വന്നാൽ അത് ഓവർകം ചെയ്യാൻ പറ്റണമെന്നും ഒരു നല്ല സമയം വന്നാൽ അത് എൻജോയ് ചെയ്യാൻ പറ്റണം. അതെനിക്കൊരു സക്സസ് ആയിട്ട് തോന്നുന്നു. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല, ഇപ്പോൾ നമ്മൾ ഇത്ര നാളിപ്പോൾ ആഗ്രഹിക്കുന്നു നമ്മളൊരു പടം ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആവുന്നു. പക്ഷെ അത് എൻജോയ് ചെയ്യാൻ പറ്റണമല്ലോ. ഞാൻ പറഞ്ഞാൽ അതിനുള്ളൊരു മെൻറ്റൽ കപ്പാസിറ്റിയോ ഒരു അവസ്ഥയോ നമുക്ക് ആ സമയം ഉണ്ടാവണം. അതുണ്ടാവുക എന്താണോ നമ്മുടെ ലൈഫിലുള്ളത് അതിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുകയും അത് എൻജോയ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ അതിലെ ഗോ ത്രൂ ചെയ്ത് ഇപ്പോൾ ഒരു മോശ സമയമാണെങ്കിൽ അതിനെ സർവൈവ് ചെയ്ത് വരാൻ പറ്റണം. അതാണ് എനിക്ക് സക്സസ്. എനിക്കെപ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു ചിന്ത, എന്തുണ്ടെങ്കിലും അതൊന്ന് കടന്നു കിട്ടാൻ പറ്റണം ഒരു മോശം സമയമാണെങ്കിൽ. ബിക്കോസ് ഞാൻ അത്രമാത്രം ഇപ്പം ഞാൻ ഒരിക്കലും സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ലൈഫ് എൻ്റെ അടുത്ത് അത്ര ഹാർഡായിട്ടില്ല. അങ്ങനെ ആയിട്ടില്ല. പക്ഷെ എന്നാലും എനിക്കും ഒരുപാട് ഭയങ്കര മോശം സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാവരെയും പോലെ തന്നെ അല്ലേ. നമ്മളത് ഓരോരുത്തർക്കും അവരവർക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ മീറ്ററിലുള്ളതാണല്ലോ അവരവരുടെ ഏറ്റവും മോശം സമയം. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റണം. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോശം സമയങ്ങൾ സർവൈവ് ചെയ്യാനും നല്ല സമയങ്ങൾ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. അത് സക്സസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു ബാലൻസ് ഉണ്ടാവണം ലൈഫിൽ. ഇപ്പം എനിക്ക് കുറേ കാശ് കിട്ടിയെന്ന് വെച്ചോളൂ, പക്ഷേ എൻ്റെ ആഗ്രഹം ഒരു ആക്ടർ ആവാനാണ്. അതെനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ സക്സസ്ഫുൾ അല്ലല്ലോ. കറക്റ്റ്, അതേ ഉള്ളൂ. ആൻസർ ആണോ? അല്ലേ? പെർഫെക്റ്റ് ആൻസറാ. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുക. ഞാൻ ശരിക്കും ഇല്ല ചേച്ചി, ഞാൻ ഇതും കൂടി പറഞ്ഞു. ഞാനിങ്ങനെ നമ്മളിപ്പോഴും ഈ ഇൻ്റർവ്യൂസിലൊക്കെ ഓരോരുത്തരും ഇങ്ങനെ ഇത് പറയുമല്ലോ. അപ്പോൾ ഞാനിപ്പോഴേക്കും ഇതൊക്കെ എൻ്റെ അടുത്ത് ഞാനങ്ങനെ ആലോചിക്കാറില്ല. പക്ഷെ ഇപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, ഞാനങ്ങ് പറഞ്ഞതാണ്. അല്ല, ഞാനിപ്പോൾ മോള് ഇത് സംസാരിച്ച് വന്നപ്പോൾ ഞാൻ എന്താ ഓർത്തേന്നോ, കഴിഞ്ഞ ദിവസം ഇതുപോലെ എസ്തറുമായിട്ട് ഇതുപോലെ സംസാരിക്കാം. ഞാൻ എന്ത് ക്ലാരിറ്റിയിലാണ് നിങ്ങൾ സംസാരിച്ചത്. നന്നായി സംസാരിക്കും. അല്ല, ഇപ്പോൾ മോള് പറയുമ്പോഴതെ ഞാനിപ്പോൾ എസ്തർ ഓരോ ദിവസവും ഞാൻ നിങ്ങളെപ്പോലുള്ള ഓരോരുത്തർ വന്നിരിക്കുമ്പോൾ ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആവുക. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട്. ബിക്കോസ് ഐ എം എ സൈക്കോളജി പേഴ്സൺ. സോ വെൻ പീപ്പിൾ ടോക്ക് സ്പെഷ്യലി വിത്ത് ജെന്യൂനിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ. ഇതുവരെ എനിക്ക് വന്നത് ഭാഗ്യം കൊണ്ട് ഞാൻ സംസാരിച്ച എല്ലാവരും അതുപോലെ ഉള്ളുന്ന കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ ഉത്തരം എന്ത് ക്ലാരിറ്റിയിലാണ് അതിനുള്ള ആൻസർ തന്നിരിക്കുന്നത്. സോ ഈ പ്രായത്തിൽ തന്നെ യു ഹാവ് സോ മച്ച് ക്ലാരിറ്റി. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്, നോട്ട് ജസ്റ്റ് ആസ് എൻ ആക്ടർ പക്ഷേ ആസ് എ പേഴ്സൺ ഫോർ യു ടു റീച്ച്. ഭയങ്കര ജെന്യൂനായിട്ട് ഞാൻ പറയാം കേട്ടോ. എല്ലാ രീതിയിലും ദൈവം അനുഗ്രഹിച്ച് എല്ലാ ഉയർച്ചയും ഈ ഭൂമിയും പ്രകൃതിയും നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ മാത്രമല്ല, പ്രേക്ഷകരും. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ബിക്കോസ് യു കെയിം, യു സ്പോക്ക്
and you will definitely inspire a lot of women out there. I'm very sure. Thank you so much. ഇനിയും നമ്മൾ കാണും, ഇനിയും വരണം, ഞാൻ വിളിക്കും. I want to talk to the next version of you. നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും ഞാൻ പുകഴ്ത്തുന്നതല്ല, പക്ഷെ എന്തൊരു സ്വീറ്റാണ് ചേച്ചി, സത്യം. ഐ മീൻ ഞാനത് ആദ്യം ചേച്ചിയോട് ഞാൻ സംസാരിച്ചപ്പോഴും ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഐ മീൻ ഇൻ പേഴ്സൺ ഇപ്പം നമ്മൾ റീലൊക്കെ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷെ നേരിട്ട് ആ ഒരു വൈബ് നമുക്കത്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എവിടെയും സംസാരിച്ചില്ല, എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല, പിന്നെ സംസാരിച്ചിട്ടും ഇല്ല. അത് ചേച്ചിനെ നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എനിക്കിതിപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ആര് വന്നിരുന്നാലും അവർ കംഫർട്ടബിൾ ആയിട്ട് ഇവിടുന്ന് പോകണം, സന്തോഷമായിട്ട് പോകണം എന്ന് വിചാരിക്കും. അപ്പോൾ when you say this, it is my motivation. എനിക്കൊരു ഊർജ, അടുത്ത തവണയും ഒരുപക്ഷെ എനിക്ക് ഇനി വരുന്ന ഒരാളെ, ഞാൻ ആദ്യം വന്നിരിക്കുമ്പോൾ ഈ ചെയറിലിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ഒരു ആകെയുള്ളൊരു വറിയാത അവർ കംഫർട്ടബിൾ ആയിരിക്കണേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി. താങ്ക് യു.